നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്ര പ്രസന്ന, ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. അടൂർ മാക്സ് ടി ഡെന്റോഫേഷ്യൽ ഡയഗ്നോസ്റ്റിക്സിലെ ചീഫ് റേഡിയോളജിസ്റ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. അതിനോടൊപ്പം തന്നെ മലപ്പുറം എടപ്പാളിലുള്ള മലബാർ ഡെന്റൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ദിവസത്തെക്കുറിച്ച് പറയാനാണ്. അതായത് എല്ലാ വർഷവും ഏപ്രിൽ 24 നമ്മൾ ദേശീയ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി ഡേ ആയി ആചരിക്കുന്നുണ്ട്. ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി എന്ന വിഭാഗത്തെ കുറിച്ച് ജനങ്ങളിലേക്ക് ഇതിന്റെ ഒരു അവബോധം എത്തിക്കാനും എന്താണ് ഈ വിഭാഗം, ഈ ഡോക്ടേഴ്സ് എന്താണ് നിങ്ങൾക്ക് സേവനം നൽകുന്നത് എന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് ഓറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ദന്ത റിലേറ്റഡ് ആയിട്ടുള്ള, അത് ടൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ മാത്രമല്ല, വായിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള രോഗങ്ങളും, അത് ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ വായിലുള്ള പുണ്ണുകളാകാം, വായിലുള്ള വെള്ളപ്പാടുകളാകാം, വായിലെ ക്യാൻസർ ആകാം, അതായത് വദനാർബുദം, ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യുന്ന വിഭാഗമാണ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം. റേഡിയോളജി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വരുന്ന അസുഖങ്ങൾ നിർണ്ണയിക്കാൻ നമുക്ക് ചിലപ്പോൾ എക്സ്റേ എടുക്കേണ്ടതായി വരും, CT സ്കാൻ എടുക്കേണ്ടതായി വരും, ഡെന്റൽ CT സ്കാനുകൾ എടുക്കേണ്ടതായി വരും. അതെല്ലാം നോക്കി അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റുകളാണ്. വായും അതുപോലെ തലയും കഴുത്തും ഈ ഏരിയ എല്ലാം റിലേറ്റഡ് ആയി വരുന്ന എല്ലാ രോഗങ്ങളുടെയും നിർണ്ണയം നടത്തുന്ന വിഭാഗമാണ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം. ഇതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് പലതരത്തിലുള്ള കാരണങ്ങളാൽ നമുക്ക് വായിൽ അസുഖങ്ങൾ വരാം. ആ പല്ല് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ദന്ത രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ വായിലെ തൊലിക്കകത്ത് വരുന്ന വ്യത്യാസങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് വായ്പുണ്ണുകൾ വരും, വായിൽ വെള്ളപ്പാടുകൾ വരും, വായിൽ എരിച്ചിൽ വരും, അതുപോലെ ചില ഇൻഫെക്ഷൻസ് വരും. ഇതൊക്കെ നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. ആരെ കാണിക്കണം, എവിടെയാണ് കാണിക്കേണ്ടത്, ഇതിനെല്ലാം നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതിനെയെല്ലാം ദൂരീകരിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് വായുടെ അകത്ത് നമുക്ക് സ്വന്തമായി ഒന്ന് നോക്കി ഇതിങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ വായുടെ അകത്തുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് എത്രയും വേഗം അത് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ് അസുഖം എന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. അത് കണ്ടാൽ ഉടനെ തന്നെ നമുക്കൊരു അടുത്തുള്ള ദന്ത ഡോക്ടറെയോ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റിനെയോ സമീപിച്ച് നമുക്കിത് എന്താണെന്ന് കണ്ട് അതിനുള്ള ചികിത്സ നേരത്തെ തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഭാഗത്തില് മേജർലി നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വായുടെ അകത്ത് വിവിധ ഭാഗങ്ങളിൽ എന്തെങ്കിലും കളർ ചേഞ്ചുകളോ, അതുപോലെ വായു പുണ്ണു പോലെയോ, അല്ലെങ്കിൽ കുറെ നാളായി നിൽക്കുന്ന മുറിവുകൾ, അതുപോലെ ഏതെങ്കിലും പല്ല് കാരണം നമുക്ക് നാവില് തട്ടിയിട്ടോ കവിളിൽ തട്ടിയിട്ടോ കുറെ നാളുകളായി മുറിവുകൾ ഉണ്ടായി നിൽക്കുന്നു, അത് വലുതാവുന്നു, അതൊരു മുഴയായി മാറുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, ഈ വദനാർബുദം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്ക് പല അർബുദങ്ങളുടെയും ഒപ്പം തന്നെ വളരെയധികം ആളുകൾക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് നേരത്തെ തന്നെ നമുക്കിത് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചികിത്സ നേരത്തെ എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവനും ജീവിതവും എത്രയും വേഗം നമുക്ക് രക്ഷിച്ച് നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടും ഇത് സഹായകരമാകും. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ സ്വന്തമായി നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വായ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കൈകൾ നന്നായി വാഷ് ചെയ്യുക. സോപ്പ് ഉപയോഗിച്ച് നന്നായി കൈകൾ വാഷ് ചെയ്യുക. അതിനുശേഷം ക്ലിയർ ആയിട്ടുള്ള ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുക. നമ്മുടെ മുഖം നമുക്ക് നന്നായി അതിൽ കാണാൻ സാധിക്കണം. അതിനുശേഷം അടുത്തതായി പറയുന്ന ഓരോ സ്റ്റെപ്സ് വഴി നമുക്ക് ഫോളോ ചെയ്ത് നമ്മുടെ വായയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ മേൽ ചുണ്ട് 2 കൈ കൊണ്ടും പിടിച്ചിട്ട് മേളിലേക്ക് വിടർത്തി കണ്ണാടിയിലേക്ക് നോക്കുക. ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വെള്ളപ്പാടോ മുഴകളോ പുണ്ണുകളോ ഉണ്ടോ എന്ന് നന്നായി ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ താഴത്തെ ചുണ്ടും 2 വിരലുകൾ കൊണ്ട് താഴേക്ക് മലത്തി നോക്കുക. അവിടെയും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള വെള്ളപ്പാടുകളോ ചുമന്ന പാടുകളോ സ്വെല്ലിങ്ങുകളോ, അതായത് മുഴകളോ പുണ്ണുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കവിളുകളുടെ ഉൾഭാഗങ്ങളാണ്. അതിന് ആദ്യം തന്നെ വലത്തെ കവിളിലെ
ഇതുപോലെ തന്നെ ചുണ്ട് ചെയ്തതുപോലെ തന്നെ വലത്തെ കവിളില് വിരല് അകത്തേക്കിട്ട് വലത്തെ കവിളിന്റെ ഭാഗം കണ്ണാടിയിലേക്ക് വൃത്തിയായി നോക്കുക. ഇതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള പാടുകളോ മുഴകളോ നമുക്ക് ഈ വിരലൊന്ന് ഓടിച്ചു നോക്കുക. കവിളിൽ കൂടെ വിരൽ ഓടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുഴയോ എന്തെങ്കിലും പുണ്ണോ വേദനയോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇടത്തെ കവിളും അതേപോലെ തന്നെ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ചുവന്ന പാടുകൾ, കറുത്ത പാടുകൾ, അതുപോലെ പുണ്ണുകൾ, വേദന, മുഴകൾ എന്തെങ്കിലും നമുക്ക് കാണാനോ ഫീൽ ചെയ്യാനോ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ നാവിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. നാവ് കവിള് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് പിടിച്ചോണ്ട് വലിച്ചു പിടിച്ചോണ്ട് നാവ് പുറത്തേക്കിട്ട് കണ്ണാടിയിലെ വൃത്തിയായിട്ട് നോക്കുക. നാവിന്റെ സൈഡിലോ നാവിന്റെ പുറത്തോ നാവിന്റെ ഉൾഭാഗത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സ്വെല്ലിങ്ങുകളോ അതുപോലെ തന്നെ പുണ്ണുകളോ വെള്ളപ്പാടുകളോ ചുവന്ന പാടുകളോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടനയുള്ള ഒരു ഭാഗമാണ് നാവിന്റെ അടിഭാഗം. അവിടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാ നന്നായി തുറന്ന് നാവ് പൊക്കി കണ്ണാടിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. നാവിന്റെ വായുടെ ഉൾഭാഗത്ത് എന്തെങ്കിലും കാണുന്നുണ്ട്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അണ്ണാക്കിന്റെ ഭാഗമാണ്. വാ തുറന്ന് നമ്മുടെ വായുടെ മേൽഭാഗം, അതായത് വായുടെ റൂഫ് എന്ന് പറയും, അത് പാലറ്റ് എന്നാണ് പറയുക, ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള കളർ ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ണാടിയിൽ വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അവസാനമായി വാ നന്നായി തുറന്ന് നാവ് വെളിയിലേക്കിട്ട് നമ്മുടെ വായുടെ ഉള്ളിൽ നിന്ന് ഹാ എന്നുള്ള രീതിയിൽ നമ്മൾ സൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറു അണ്ണാക്കിന്റെ ഭാഗവും മൃദു അണ്ണാക്കിന്റെ ഭാഗവും ചെറുനാവ്, അതായത് യൂല എന്ന് പറഞ്ഞ ഭാഗം, അവിടെയൊക്കെ നന്നായി വീക്ഷിക്കാൻ സാധിക്കും. ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം വായ എങ്ങനെയാണ് വീട്ടിൽ നമ്മുടെ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പം കുറെ നാളായി പുകവലി അല്ലെ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ തരത്തിലുള്ള മാറ്റങ്ങളും വദനാർബുദം വരാനുള്ള സാധ്യത, അതായത് ഓറൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്ക് കുറെ നാളായി കേട് വന്ന ഒരു പല്ലുണ്ട്, ആ പല്ല് നാവി തട്ടി ഉണ്ടാവുന്ന മുറിവ് പിന്നീട് ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചാൽ നമുക്ക് അതിനുള്ള ചികിത്സ ഒരു ദന്ത ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റിനെയോ സമീപിച്ച് എത്രയും വേഗം തന്നെ നമുക്ക് അതിന് ചികിത്സ നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് വലിയൊരു രോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സാധിക്കും. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു അസുഖം വരാതെയാണ് നോക്കേണ്ടത്. ഇനി വന്ന് എന്തെങ്കിലും ആയാൽ തന്നെയും എത്രയും വേഗം നിർണയിച്ചാൽ, ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ചികിത്സ നേരത്തെ എടുക്കാനായിട്ട് സഹായകരമാകും. നിങ്ങൾക്ക് അടുത്തുള്ള ദന്ത ഡോക്ടറെ സമീപിക്കാം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വായിൽ കണ്ടാൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറൽ മെഡിസിൻ റേഡിയോളജി സ്പെഷ്യലിസ്റ്റുകൾ എവിടെയാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാൻ www.omrkerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നന്ദി.